So hey guys, welcome back to my channel. But finally Samsung Galaxy A52 and A72 officially launched ആയിട്ടുണ്ട്. അപ്പോൾ സാംസങ് അവരുടെ A സീരീസിലെ പുതിയ സ്മാർട്ട് ഫോൺസ് ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ A52യുടെയും A72നെ പറ്റി ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ഈ വർഷം സാംസങ് കൊണ്ടുവന്നത് A51 and A71 സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബെല്ലൈക്കണും കൂടെ ഞെക്കുക. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ഞെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കൂടെ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാംസങ് ഗാലക്സി A52 ആൻഡ് A72നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പലരും ഈ സ്മാർട്ട് ഫോണിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന് ലോഞ്ച് ആവുമെന്ന്. എല്ലാവർക്കും മേടിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്ന കാരണം ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ കൂടെയാണ്, പിന്നെ A സീരീസും കൂടെയാണ്. അപ്പോൾ A സീരീസിൽ നിങ്ങൾക്ക് അറിയാം അർത്ഥം അറിയായിരിക്കും അവസം എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പലരും ഈ സ്മാർട്ട് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നോൺ ചൈനീസും കൂടെയാണ്. ഇത് കൊറിയയിലാണ് ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിലൊന്നും ലോഞ്ച് ഒന്നും ആയിട്ടില്ല. ഇന്ത്യയിൽ 2-3 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ലോഞ്ച് ആവുമായിരിക്കും. കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ മാർക്കറ്റ് വരുമായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ കൊറിയയിലും കുറച്ച് രാജ്യങ്ങളിൽ ലോഞ്ച് ആയിട്ടുള്ളൂ. അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് കിട്ടുന്നത്, പക്ഷെ മാറ്റ് ഫിനിഷിനകത്താണ് കിട്ടുന്നത്. അപ്പോൾ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് നല്ല കാര്യമാണ്. ഫിംഗർ പ്രിന്റ്സിന്റെ സീനൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് അലുമിനിയമിന്റെ ഫ്രെയിം കിട്ടുന്നുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ അതും നല്ല തന്നെയാണ്. മെറ്റാലിക് ഫ്രെയിം ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫോൺ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഈ ഫോണിനകത്ത് നല്ലത് തന്നെയാണ്. ബാക്കിൽ 4 ക്യാമറാസ് കിട്ടുന്നുണ്ട്, ഒരു ഫ്ലാഷ് ലൈറ്റ് കിട്ടുന്നുണ്ട്. ക്യാമറാസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ക്യാമറാസ് ഈ സ്മാർട്ട് ഫോണിനകത്ത് നല്ലത് തന്നെയാണ്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. മാറ്റ് ഫിനിഷ് ഒരു നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ ഫിംഗർ പ്രിന്റ്സും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നല്ല തന്നെയാണ്. വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ S21 അൾട്ര പോലെ ഉണ്ടോ, അല്ലെങ്കിൽ S20 FE പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും. S20 FE നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ്, പക്ഷേ ഇതുപോലത്തെ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ 4 ക്യാമറാസ് ബാക്ക് ഉണ്ട്. അപ്പോൾ S21 അൾട്ര പോലത്തെ അതേ സെയിം ഡിസൈൻ തന്നെ ഈ ഫോണും കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ വർഷം നിങ്ങൾക്ക് 4 കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഓസം ബ്ലാക്ക്, ഓസം ബ്ലൂ, ഓസം വയലറ്റ്, ഓസം വൈറ്റ്. അപ്പോൾ അതാണ് ഈ സ്മാർട്ട് ഫോൺസിലെ കളർ ഓപ്ഷൻസിന്റെ ഒക്കെ പേര്. അപ്പോൾ A for ഓസം ആണ് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു. അപ്പോൾ 4 കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നല്ല തന്നെയാണ്, കോംപ്രമൈസ് ഒന്നുമില്ല. പിന്നെ ഈ വർഷം നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ വിചാരിച്ചു ഹെഡ്ഫോൺ ജാക്ക് വരത്തില്ലായിരിക്കും, പക്ഷേ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണകത്ത് ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് IP റേറ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ IP67 റേറ്റിംഗ് ഈ സ്മാർട്ട് ഫോണകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ എല്ലാം ഫോൺ ഇടുവാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. IP റേറ്റിംഗ് ഉണ്ട്, പക്ഷേ വയർലെസ് ചാർജിങ് ഇല്ല. അപ്പോൾ അതും നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങൾ കുളിക്കുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ മഴയത്തോ എല്ലാം ഫോൺ വല്ലതും പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഫോൺ അതെല്ലാം സഹിച്ചോളൂ. അപ്പോൾ അതും നല്ല കാര്യം തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി ഓവറോൾ ഈ പ്രൈസ് റേഞ്ചിൽ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ വർഷം നമുക്ക് 3 സ്മാർട്ട് ഫോൺസ് ആണെന്ന് തോന്നുന്നു കിട്ടുന്നത്. സാംസങ് ഗാലക്സി A52 എനിക്ക് തോന്നുന്നു 4G വേരിയന്റ് ഉണ്ട്, 5G വേരിയന്റ് ഉണ്ട്. A72 അവർ 4G വേരിയന്റ് പറഞ്ഞിട്ടുള്ളൂ. 5G വേരിയന്റ് ചിലപ്പോൾ പിന്നെ വരുമായിരിക്കും. പക്ഷേ ഇപ്പം കാരണം ഈ 5G വേരിയന്റ് A72 ഇല്ല. അപ്പോൾ അതും നിങ്ങൾ നോക്കുക. A52 5G വേരിയന്റ് ഉണ്ട്, പക്ഷേ A72 ഇല്ല. അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഡിസ്പ്ലേസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേസ് തന്നെയാണ് കിട്ടുന്നത്. സാംസങ് ഫോൺസിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് അറിയിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ് ബാക്കിയുള്ള സ്മാർട്ട് ഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം വെച്ചാൽ ഇവർ തന്നെയാണ് ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവരുടെ ടെക്നോളജിയാണ് സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ A52 4Gനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, 1080p ഡിസ്പ്ലേ ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്, ഗൊറില്ല ഗ്ലാസ് 5 സപ്പോർട്ട് ഒക്കെ ഉണ്ട്, 800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്, 1080p ഡിസ്പ്ലേയും കൂടെയാണ്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ നല്ല തന്നെയാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ 60 ഹെർട്സ് ആയിരിക്കുമെന്ന്, പക്ഷേ ഇതിനകത്ത് 90 ഹെർട്സിന്റെ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് 4G വേരിയന്റിനകത്ത്. അപ്പോൾ 5G വേരിയന്റിനകത്തും ഇതുപോലെയൊക്കെ തന്നെയാണ്. 6.5 ഇഞ്ചാണ് 4G വേരിയന്റ്, 5G വേരിയന്റ്. അത് നിങ്ങൾ 1080p ഡിസ്പ്ലേ, സൂപ്പർ AMOLED, 800 നിറ്റ്സിന്റെ സപ്പോർട്ട് 5G വേരിയന്റിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സ്ക്രീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സ്ക്രീൻ ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നല്ലത് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് സാംസങ് ഗാലക്സി A72നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇത് 6.7 ഇഞ്ച് സ്ക്രീനാണ്, അത് 6.5 ഇഞ്ച് സ്ക്രീനാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് 4G വേരിയന്റ്. 5G വേരിയന്റ് അത് അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല 5G വേരിയന്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ചിലപ്പോൾ അവർ പിന്നെ ഇറക്കുമായിരിക്കും.
2021 ഹാഫ് ഒക്കെ ആകുമ്പോൾ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും വരുമോ അല്ലെന്ന്. പക്ഷേ ഇപ്പോഴത്തേക്ക് 90 ഹെർട്സ് സപ്പോർട്ടേ ഉള്ളൂ ഈ സ്മാർട്ട് ഫോൺ. അത് 4G വേരിയന്റിനകത്ത്. അപ്പോൾ ഇത് നല്ല കാര്യം തന്നെയാണ്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും കൂടെയാണ്. അപ്പോൾ ഒരു കുഴപ്പമൊന്നും വരത്തില്ല ഡിസ്പ്ലേക്കകത്ത്. അപ്പോൾ ഡിസ്പ്ലേക്കകത്ത് ഈ സ്മാർട്ട് ഫോൺ ഒരു കോംപ്രമൈസ് ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരിക്കും കിട്ടുന്നത്. ഇൻഫിനിറ്റി ഓ ഡിസൈൻ ആയിരിക്കും. 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട് രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ടിൽ. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. നല്ല ഡിസ്പ്ലേസ് തന്നെയാണ്. കോംപ്രമൈസ് ഒന്നും വരത്തില്ല. ഇപ്പോൾ മൂവീസ് കാണുമോ ഗെയിമിംഗ് ഒരു കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേ പറ്റി. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രോസസറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്താണ് മെയിൻ ചേഞ്ച് വന്നത്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എ സീരീസിലെ സ്മാർട്ട് ഫോൺസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്നാപ്ഡ്രാഗന്റെ അല്ല എക്സിനോസിന്റെ ചിപ്സെറ്റ് ആയിരുന്നു. അത് സാംസങ്ങിനെ ഉണ്ടാക്കുന്ന ചിപ്സെറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് കിട്ടുന്നുണ്ട്. അത് ക്വാൾകം ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ് നല്ലത് ഓവറോൾ. അപ്പോൾ A52 4G വേരിയന്റിനകത്ത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 720G കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 720G കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാത്ത പ്രോസസ്സറാണെന്ന് പറയാൻ പറ്റും. പക്ഷേ കൂടുതൽ പ്രതീക്ഷിക്കാൻ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് A72 ആണെങ്കിൽ ഇതിനകത്ത് 720G ആണ്. 8nm ബേസ്ഡ് ആണ്. Adreno 618 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ GPU. അപ്പോൾ ഗെയിമിങ്ങിന് കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ നോക്കണം, ഈ സാംസങ് ഫോൺസ് ഇതുപോലെ തന്നെയാണ്. അവർ പ്രൈസ് റേഞ്ചിന് ഒപ്പമുള്ള പ്രോസസ്സറൊന്നും തരത്തില്ല. ഒരു ക്യാമറാസും സോഫ്റ്റ്വെയറും ഡിസ്പ്ലേ ഒക്കെ തരും. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. പിന്നെ A52 5G വേരിയന്റിനകത്ത് നിങ്ങൾ സ്നാപ്ഡ്രാഗൺ 750G കിട്ടുന്നുണ്ട്. അത് 8nm ബേസ്ഡ് ആണ്. പിന്നെ ഇതിന്റെ GPU Adreno 619 ആണ്. അപ്പോൾ ഓവറോൾ പ്രോസസറിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ അവർക്ക് തരായിരുന്നു. ഇപ്പോൾ OnePlus Note-നകത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ച് ആണ്. ഇപ്പോൾ പ്രൈസ് റേഞ്ചിനെ പറ്റി ഞാൻ പിന്നെ സംസാരിക്കാം. പക്ഷേ OnePlus Note-നകത്ത് 765G കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ല ചിപ്സെറ്റ് തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 90 ഹെർട്സ് ഓക്സിജൻ ഓസ് തന്നെയാണ്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു 765G അവർ തന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ. പക്ഷേ ഇത് മോശമൊന്നും അല്ല. അപ്പോൾ ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് നല്ല തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ പെർഫോമൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്മാർട്ട് ഫോൺസിലോട്ട് പോകാം. അതായിരിക്കും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു നോൺ ചൈനീസ് സ്മാർട്ട് ഫോണിനകത്ത് ഇത് തന്നെ ധാരാളം തന്നെയാണ്. പെർഫോമൻസ് ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. വലിയ ഡിസ്പ്ലേയും കൂടെയാണ്. അപ്പോൾ ഇത് തന്നെ ഉള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനകത്ത്. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും വന്നത്. അപ്പോൾ ലീക്സിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒഫീഷ്യലി നമുക്ക് കാണാൻ കിട്ടിയത്. അപ്പോൾ 720G ഞാൻ പറഞ്ഞായിരുന്നു 4G വേരിയന്റിനകത്ത് വരുമായിരുന്നു. 5G വേരിയന്റിനകത്ത് 750G വരുമായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ഞാൻ പറഞ്ഞായിരുന്നു അതേ സംഭവം തന്നെയായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും വന്നത്. അപ്പോൾ ലീക്സിനകത്ത് വന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അതേ സെയിം തന്നെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയന്റ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 128GB ഓപ്ഷൻ കിട്ടുന്നുണ്ട്. 256GB ഓപ്ഷനും ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. 6GB റാം വേരിയന്റ് ഉണ്ട്, 8GB റാം വേരിയന്റ് ഉണ്ട്, 128 പ്ലസ് 6GB റാം ഉണ്ട്, 256 പ്ലസ് 8GB റാം ഉണ്ട്. അപ്പോൾ ഈ വേരിയന്റ്സ് നിങ്ങൾക്ക് ഈ 3 സ്മാർട്ട് ഫോണിനകത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. 256GB ഓപ്ഷൻ വരെ കിട്ടുന്നുണ്ട്. UFS 2.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണൊക്കെ. ആപ്പ് ഓപ്പണിംഗ് ടൈംസ് ഒക്കെ നിങ്ങൾക്ക് വേഗം തന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് തുറക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതും നല്ല കാര്യം തന്നെയാണ്. ഓവറോൾ സ്റ്റോറേജ് വേരിയൻസിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല. പിന്നെ ഹൈബ്രിഡ് സ്ലോട്ട് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അല്ലെങ്കിൽ 2 സിം ഒരുമിച്ച് ഇടണം, അല്ലെങ്കിൽ ഒരു സിം അല്ലെങ്കിൽ ഒരു SD കാർഡ് സ്ലോട്ട് ഇടണം. അപ്പോൾ നിങ്ങൾ ഓർക്കണം ഏതാ നിങ്ങൾക്ക് വേണ്ടത്. SD കാർഡിനകത്ത് അവർ പറയുന്നുണ്ട് 1 TB വരെ നിങ്ങൾക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 256GB നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, വീഡിയോസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഗെയിംസും സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോറേജ് ഓപ്ഷൻസിൽ ഒരു കോംപ്രമൈസും ഇല്ല. 1 TB വരെ മൈക്രോ SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇത് തന്നെയാണ് റാം ആൻഡ് സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി. അപ്പോൾ ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നല്ല തന്നെയാണ്. എനിക്കൊന്ന് പെർഫോമൻസ് കുറച്ചുകൂടെ അവർക്ക് കൂട്ടായിരുന്നു ഈ പ്രോസസർ വൈസ്. അപ്പോൾ അവർക്ക് 765G ഇങ്ങനെ തന്നായിരുന്നു കൊള്ളായിരുന്നു. പക്ഷെ അതും കുഴപ്പമൊന്നുമില്ല. ഓവറോൾ നല്ല കാര്യം തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് അവർ തന്നത്. നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ A52 സീരീസിനകത്ത് നിങ്ങൾക്ക് 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. f1.8 അപ്പർച്ചർ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ നല്ല ക്യാമറ ആണെന്ന് പറയുന്നുണ്ട് ഈ വർഷം. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ ആണെങ്കിൽ 12 മെഗാ പിക്സലാണ്. 123 ഡിഗ്രി വരെ ഫീൽഡ് ഓഫ് വ്യൂ വരെ എടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ f2.2 അപ്പർച്ചർ ബേസ്ഡ് ആണ്. അപ്പോൾ ഇത് നല്ല ക്യാമറ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൾട്രാ വൈഡ് ക്യാമറയ്ക്കകത്ത് നിങ്ങൾക്ക് അറിയാം കൂടുതൽ മെഗാ പിക്സലൊക്കെ വേണം. അപ്പോൾ 12 മെഗാ പിക്സൽ നല്ല കാര്യം തന്നെയാണ് ഈ സ്മാർട്ട് ഫോണത്. പിന്നെ 5 മെഗാ പിക്സലിന്റെ 2.4 അപ്പർച്ചർ ഡെപ്ത് ക്യാമറ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബോക്കെ എഫക്ട്സ് എടുക്കാൻ പറ്റും. പിന്നെ 5 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട്. f2.4 അപ്പർച്ചർ ബേസ്ഡ് തന്നെ. അപ്പൊ എനിക്കൊന്ന് രണ്ടും സെയിം തന്നെയായിരിക്കും ക്യാമറാസ്. അപ്പൊ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ട് അവർ മാക്രോയിൽ ഇട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് മാക്രോയും ഡെപ്തും എനിക്കൊന്ന് വേസ്റ്റ് ആണ്, എസ്പെഷ്യലി മാക്രോയെ. ഇപ്പൊ എനിക്കൊന്ന് അൾട്രാ വൈഡും മെയിൻ ക്യാമറ നല്ല തന്നെയാണ് ഈ സ്മാർട്ട് ഫോണകത്ത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലാണ്. സെയിം A51 പോലെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഇമേജ് സിഗ്നൽ
പ്രോസസിംഗ് നല്ലതാണ്. പുതിയ സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നല്ല ക്യാമറാസ് തന്നെയായിരിക്കും ഈ സ്മാർട്ട് ഫോണകത്ത്. 4K റെക്കോർഡിംഗിന്റെ ഓപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ ഒരു കോംപ്രമൈസ് ഒന്നും വരുത്തില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് OIS കിട്ടുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. നേരത്തെ EIS ആയിരുന്നു, ഇപ്പോൾ OIS കിട്ടുന്നുണ്ട്. ഓവറോൾ ക്യാമറാസിന്റെ കാര്യത്തിൽ എനിക്കൊന്നും ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്, ഇമേജ് സിഗ്നൽ പ്രോസസിംഗ് നല്ലതായിരിക്കും എല്ലാ ക്യാമറാസിനും. അപ്പോൾ ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് നല്ല തന്നെയാണ്. നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, ഇതുപോലത്തെ മോഡ്സ് ഈ സ്മാർട്ട് ഫോണിനകത്തുണ്ട്. പിന്നെ നെക്സ്റ്റ് A72 പറ്റി പറയുകയാണെങ്കിൽ ഇതേ സെയിം കാര്യം തന്നെയാണ്. മെയിൻ 64 മെഗാപിക്സൽ f1.8 അപ്പർച്ചർ ബേസ്ഡ് ക്യാമറയാണ് മെയിൻ. പിന്നെ 12 മെഗാപിക്സലിന്റെ വൈഡ് ക്യാമറ ഉണ്ട്, അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട് 12 മെഗാപിക്സലിന്റെ. പിന്നെ നിങ്ങൾക്ക് 8 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്. ഇത് 3x സൂം വരെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. പിന്നെ 5 മെഗാപിക്സലിൽ നിങ്ങൾക്ക് അറിയാം മാക്രോ ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. ഓവറോൾ നല്ല ക്യാമറാസ് തന്നെയാണ്. ഈ A72 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് 30x ഡിജിറ്റൽ സൂം ചെയ്യാം, 3x ടെലിഫോട്ടോ ക്യാമറ വഴി നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഭവങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല നൈറ്റ് ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഫ്രണ്ട് ക്യാമറയിലും 32 മെഗാപിക്സൽ തന്നെയാണ്. സെയിം A71 പോലെ തന്നെയാണ് കൂടുതൽ ഇമേജ് സിഗ്നൽ പ്രോസസിംഗ് ഈ സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 720G. ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് നല്ലതാണ്. 4K റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട് ഈ സ്മാർട്ട് ഫോൺ. അപ്പോൾ ക്യാമറാസിന്റെ കാര്യത്തിൽ ഈ വർഷം ഒരു കോംപ്രമൈസും സാംസങ് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പഴയ സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിന്റെയും ക്യാമറാസ് നല്ലതായിരുന്നു, A51 A71. പക്ഷേ ഇപ്രാവശ്യം അവർ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുകയാണ് A സീരീസിലെ ബെസ്റ്റ് ക്യാമറയാണ് അവർ കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ S21 അൾട്രാ പോലെയാണ് അതിന്റെ ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഓവറോൾ നല്ല തന്നെയാണ് ഇതിന്റെ ക്യാമറാസ്. നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ബയോമെട്രിക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, സൈഡ് മൗണ്ടോടൊന്നും അല്ല, നിങ്ങൾക്ക് പവർ ബട്ടണിനകത്തൊന്നും അല്ല ഫിംഗർ പ്രിന്റ് സ്കാനർ, നിങ്ങളുടെ ഇൻ ഡിസ്പ്ലേക്കകത്താണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാം നോക്ക് സെക്യൂരിറ്റി ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. അപ്പോൾ നോക്ക് സെക്യൂരിറ്റി സെപ്പറേറ്റ് ഹാർഡ്വെയർ ആണ്. അപ്പോൾ അത് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. ഓവറോൾ ഇതിന്റെ ബയോമെട്രിക്സും കാര്യങ്ങളും നല്ലതാണ്. ഫീച്ചേഴ്സ് ആണെങ്കിൽ ഇതിനകത്ത് ഇപ്രാവശ്യം സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് ഈ വർഷം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പഴയ സ്മാർട്ട് ഫോണകത്ത് മോണോ സ്പീക്കേഴ്സ് ആയിരുന്നു, ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടും. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, IP റേറ്റിംഗ് ഉണ്ട്, ഇതുപോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. 5G വേരിയന്റിനകത്ത് 5Gയുടെ ബാൻഡ്സ് കിട്ടുന്നുണ്ട്. 4Gക്കകത്ത് നിങ്ങൾക്ക് നല്ല. അപ്പോൾ A52 5G വേരിയന്റിനകത്ത് നിങ്ങൾക്ക് 5G ബാൻഡ്സ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് sub 6 GHz ആണ്, മില്ലിമീറ്റർ വേവ് ഒന്നുമല്ല. പിന്നെ 4G വേരിയന്റിനകത്ത് നല്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നല്ല മറ്റേ കണക്ടിവിറ്റികളും ഈ സ്മാർട്ട് ഫോണകത്ത് കിട്ടുന്നുണ്ട്. ഓവറോൾ എല്ലാ കാര്യങ്ങളും ഈ സ്മാർട്ട് ഫോണകത്ത് നല്ല തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പഴയ സ്മാർട്ട് ഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു കോംപ്രമൈസ് ഒന്നും വന്നിട്ടില്ല ഈ സ്മാർട്ട് ഫോണകത്ത്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5000 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഈ 3 സ്മാർട്ട് ഫോണകത്ത്. 5000 mAh എനിക്കൊന്ന് നല്ല കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇതിന്റെ ഡിസ്പ്ലേ നല്ലോണം ബാറ്ററി ഡ്രെയിൻ ചെയ്യും, പ്രോസസ്സറും അതുപോലെ തന്നെ പവർ എഫിഷ്യൻറ്റും കൂടെയാണ്. പിന്നെ അത് ഭയങ്കര ജ്യൂസൊക്കെ കുടിക്കും സ്മാർട്ട് ഫോണിൻ്റെ. അപ്പോൾ അത് കാരണമൊക്കെ എനിക്ക് ഒന്ന് ബാറ്ററി ലൈഫ് നല്ലതാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത്. 5000 mAh വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ബാറ്ററി ലൈഫ് വേഗം തന്നെ പോകും. അപ്പോൾ ബാറ്ററി ലൈഫ് എനിക്കൊന്ന് ഒരു ദിവസമൊക്കെ സുഖമായിട്ട് നിൽക്കും ഇപ്പോൾ നിങ്ങൾ ഹെവി ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അത് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിൽ തന്നെ തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മറ്റേ സ്മാർട്ട് ഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബോക്സിൽ ചാർജർ തരാറില്ല. പക്ഷേ ഈ സ്മാർട്ട് ഫോണകത്ത് ബോക്സിൽ ഒരു ചാർജർ തരുന്നുണ്ട്. അപ്പോൾ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. സാംസങ് സ്മാർട്ട് ഫോൺസിന്റെ ബാറ്ററി നല്ല തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്, 8nm ആണ്, പവർ എഫിഷ്യന്റ് ആണ്. അപ്പോൾ ബാറ്ററി ലൈഫിൽ ഒരു കോംപ്രമൈസ് വന്നിട്ടില്ല ഈ വർഷം. അപ്പോൾ ഇത് തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളും പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ പ്രൈസും കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ കറന്റ് ഒന്നും ലോഞ്ച് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല, ഇതുവരെ ഡിസൈഡും ആയിട്ടില്ല. പക്ഷേ യൂറോപ്പിലെ പ്രൈസിങ് ഇപ്പോൾ ഡിസൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ A52 നോക്കുകയാണെങ്കിൽ അത് 349 euros ആണെന്ന് പറയുന്നുണ്ട്. A52 5G വേരിയന്റ് ആണെങ്കിൽ 429 euros ആണെന്ന് പറയുന്നുണ്ട്. A72 4G വേരിയന്റ് 49 euros ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൈസിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ 37K 35K ഒക്കെയാണ് പ്രൈസിങ് ഈ കൺവേർഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ വില കുറവായിട്ട് വരുമായിരിക്കും, 30Kയുടെ അകത്ത് തന്നെ വരുമായിരിക്കും, അല്ലെങ്കിൽ 30 to 40K ആവുമായിരിക്കും, അല്ലെങ്കിൽ 25 to 30K ചിലപ്പോൾ വരുമായിരിക്കും A52 കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്കറിയത്തില്ല ഇപ്രാവശ്യം പ്രൈസിങ്ങും കൂടി പോയി. പ്രോസറും 720Gയും 750G ആണ് അവർ തന്നത്. 765G എങ്ങനെ തന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പറയാവുന്ന വെർത്തി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രൈസിങ്ങും കാര്യങ്ങളും. എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേഗം തന്നെ അറിയിക്കുക. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ തന്നെയാണ് സബ്സ്ക്രൈബും ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ A52 അത് നിങ്ങൾക്കറിയാം 2 സീരീസ് വന്നിട്ടുണ്ട്. A72 ഇപ്പോൾ
ഇപ്പോൾ 4G വേരിയൻ്റ് വന്നിട്ടുള്ളൂ. 5G വേരിയൻ്റ് ചിലപ്പോൾ വരുമായിരിക്കും കുറച്ച് സമയം കഴിഞ്ഞിട്ട്, 2-3 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് തന്നെയുള്ള ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.